നോക്കുക, ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ക്ലോക്കിൽ 10, 5, 2 ചേർന്ന് ഒരു ത്രികോണം നിർമ്മിക്കുന്നു. ആ ത്രികോണത്തിൻ്റെ 3 കോണുകൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ക്ലോക്ക് വരക്കുന്നു. അതിലെ 12 മുതൽ എല്ലാ നമ്പറുകൾ നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞിരിക്കുന്ന പോലെ ഈ 10ഉം 2ഉം കൂടെ യോജിപ്പിക്കുന്നു. ഈ 2ഉം 5ഉം കൂടെ യോജിപ്പിക്കുന്നു. 5ഉം 10ഉം കൂടെ യോജിപ്പിക്കുന്നു. നമുക്ക് ഇതേപോലൊരു ത്രികോണം കിട്ടും. അതിന് നമ്മൾ എ എന്നും ബി എന്നും സി എന്നും പേര് കൊടുത്തു. ഈ എ എത്ര, ബി എത്ര, സി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി വേറെ കാര്യം ശ്രദ്ധിക്കുക. 12 മുതൽ 1 വരെ, അതായത് 12 മുതൽ 1 വരെ 30 ഡിഗ്രിയാണ്. അതേപോലെ 1 മുതൽ 2 വരെ 30 ഡിഗ്രി. ഓരോ നമ്പറുകളുടെ ഇടയിലുള്ള ഡിഗ്രി അളവുകളെന്ന് പറഞ്ഞാൽ 30ആണ്. അത്രയും കാര്യങ്ങൾ ഓർത്താൽ നമുക്ക് എളുപ്പമാണ്. നമുക്കിനി എ കണ്ടുപിടിക്കാം. എ ഇതാണ്. എയുടെ ഓപ്പോസിറ്റ് നിങ്ങൾ നോക്കേണ്ട ഇതാണ് എയുടെ ഓപ്പോസിറ്റ് സൈഡ്. ഇവിടെ ഉണ്ടാവും 1, 2, 3ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ഓരോന്നും 30 ഡിഗ്രിയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 3×30 എന്ന് എഴുതും. അതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് 90/2 നമുക്ക് 45 എന്ന് കിട്ടും. ഇനി ബി നോക്കുക. ബിയുടെ ഓപ്പോസിറ്റ് ഈ സൈഡാണ്. എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 1, 2, 3, 4, 5. 5 എന്ന് പറയുന്നത് 5 എന്ന് പറഞ്ഞാൽ ഓരോന്നും 30 ഡിഗ്രിയാണെന്ന് പറഞ്ഞു. അതായത് ഈ 3 15 150/2 നമുക്ക് 75 ഡിഗ്രി എന്ന് കിട്ടും. ഇനി സി നോക്കുക. സിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്. ഇവിടെ നോക്കുക, 1, 2, 3, 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോന്നും 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 4×30 എടുത്തിട്ട്, എപ്പോഴും 4×30 എടുത്തിട്ട് അതിൻ്റെ പകുതിയാണ് എപ്പോഴും എടുക്കുക. 4×30 എന്ന് പറയുന്നത് 120ആണ്. 120/2 എന്ന് പറയുന്ന 60 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് 45 ഡിഗ്രി, 75 ഡിഗ്രി, 60 ഡിഗ്രി എന്നിട്ട് ഓരോ കോണുകളുടെ അളവുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ.